ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്ക് ഇനി മുതൽ സൗജന്യ വൈഫൈ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കും. ദേവസ്വം ബോർഡുമായി സഹകരിച്ച് BSNL ആണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സന്നിധാനത്തിന്റെ 2 കിലോമീറ്റർ പരിധിയിലാകും സൗജന്യ ഇന്റർനെറ്റ് ലഭ്യമാക്കുക. തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുമ്പോൾ സന്നിധാനത്തും പരിസരത്തും മൊബൈലുകൾ നിശ്ചലമാകുന്നതും പതിവാണ്. ഇതുമൂലം പലപ്പോഴും ഫോൺ കോൾ വിളിക്കാനോ വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കാനോ കഴിയാറില്ല. ഈ സാഹചര്യത്തിലാണ് ശബരിമലയിൽ സൗജന്യ വൈഫൈ ഇൻ്റർനെറ്റ് ലഭ്യമാക്കാൻ പദ്ധതി ഒരുങ്ങുന്നത്. ദേവസ്വം ബോർഡും BSNLും സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരാൾക്ക് പരമാവധി അരമണിക്കൂർ സമയമാണ് സൗജന്യ വൈഫൈ ലഭിക്കുക. പദ്ധതിയുടെ ആദ്യഘട്ടമായി നടപ്പന്തൽ, തിരുമുറ്റം, സന്നിധാനം, മാളികപ്പുറം എന്നിവിടങ്ങളിലായി ആകെ 15 വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാകും. പമ്പ മുതൽ സന്നിധാനം വരെ 12 വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ നിലവിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇപ്പം ദേവസ്വം ബോർഡും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും BSNLുമായിട്ട് സംയുക്തമായിട്ട് ഒരു 15 എണ്ണവും കൂടി പുതിയതായിട്ട് ചെയ്യുകയാണ്. ആ 15 എണ്ണം മെയിനായിട്ടും തിരുമുറ്റം, വലിയ നടപ്പന്തൽ, അന്നദാന മണ്ഡപം, അപ്പാരവണ കൗണ്ടറുകൾ, മാളികപ്പുറം, സന്നിധാനം ടു മാളികപ്പുറം ഫ്ലൈ ഓവർ, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, നമ്മുടെ മരാമത്ത് കോംപ്ലക്സ്, ഇത്രയും സ്ഥലത്താണ് ഈ 15 എണ്ണം പുതിയതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിലവിൽ പമ്പ എക്സ്ചേഞ്ച് മുതൽ നീലിമല, അപ്പാച്ചിമേട്, ശരംകുത്തി, മരക്കൂട്ടം വഴി സന്നിധാനത്തേക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന് അന്തിമ രൂപം വന്നാൽ 2 ദിവസത്തിനകം സന്നിധാനത്തെ സൗജന്യ വൈഫൈ യാഥാർത്ഥ്യമാവും. അഖിലേഷ് കൊടുമണ്ണിനൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, സന്നിധാനം.